ഹലോ എവ്രി വൺ, വെൽക്കം ടു കാർസ് ആൻഡ് ഡ്രൈവ്സ്. ഇന്ന് നമ്മൾ ജർമ്മനിയിലെ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റേസ് ട്രാക്കുകളിൽ ഒരെണ്ണമായിട്ടുള്ള ന്യൂബർഗ്രിങ്ങിലേക്കാണ് പോകുന്നത്. ഇത് ഒരുപാട് റേസ്, ഫോർമുല 1 റേസ്, 24 ഹവേഴ്സ് റേസ്, ഗ്രാൻഡ് പ്രികളൊക്കെ നടക്കുന്ന ഒരു റേസ് ട്രാക്കാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റേസ് ട്രാക്കാണ്. ഇത് കൂടാതെ തന്നെ എല്ലാ കാർ മാനുഫാക്ചേഴ്സും മെയിൻലി സ്പോർട്സ് കാർ മാനുഫാക്ചേഴ്സൊക്കെ അവരുടെ കാർ ടെസ്റ്റ് ചെയ്യാനും ലാപ്പ് ടൈം സെറ്റ് ചെയ്യാനും അതൊക്കെ ഒരു ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ട്രാക്കാണിത്. ഇത് വേറെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഈ ട്രാക്കിന് പബ്ലിക്കിനും ആക്സസ് ഉണ്ട്. ഇപ്പോൾ റേസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഒന്നും നടക്കുന്നില്ലാത്തൊരു ദിവസമാണെന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും അവരുടെ സ്വന്തം കാറുമായിട്ട് പോയിട്ട് ഈ റേസ് ട്രാക്കിൽ വണ്ടി ഓടിക്കാം. അപ്പോൾ ആ ഒരു ഫാക്റ്റ് അവിടെ ഉള്ളതുകൊണ്ട് ലോകത്തുനിന്ന് മുഴുവൻ ആൾക്കാർ ഈ ട്രാക്കിലൊന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അതൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം കൂടിയാണ് ഈ ട്രാക്കിൻ്റെ. ഇപ്പോൾ നമുക്ക് വീക്ക് ഡേ ആണെന്നുണ്ടെങ്കിൽ ഒരു ലാപ്പിന് 25 യൂറോ, അല്ലെങ്കിൽ വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ 30 യൂറോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലാപ്പ് നമ്മുടെ സ്വന്തം കാറിൽ അവിടെ ഓടിക്കാം. ഈ ഒരു ഫാക്ടർ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, വണ്ടികളും അല്ലെങ്കിൽ റേസ് ഇഷ്ടമുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള സാധനമാണ് ന്യൂബർഗ്രിങ്ങിൽ പോയിട്ടൊന്ന് വണ്ടി ഓടിക്കണം എന്നുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ പോകുമ്പോൾ അവിടെ ഡ്രൈവ് ചെയ്യുന്നില്ല. ഇന്ന് മൊത്തം ഒന്ന് കാണാനും അവിടെ മൊത്തം എന്താണ് അതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ ഒന്ന് പഠിക്കാനും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും കുറച്ച് സുവനേഴ്സ് വാങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിന് ശേഷം ഞാൻ 1-2 മാസത്തിനുള്ളിൽ ഒന്നുകൂടെ പ്രോപ്പർ ഡ്രൈവിന് വേണ്ടിയിട്ട് അവിടെ പോകാനും പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ജസ്റ്റ് ന്യൂബർഗ്രിങ്ങിലേക്കുള്ള വഴിയും അവിടുത്തെ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. ഈ പോകുന്ന വഴി തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഐഫൽ എന്ന് പറയുന്ന റീജിയനിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ഉള്ളൊരു സ്ഥലമാണിത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ന്യൂബർഗ്രിങ് എത്താറായി. ഓൾമോസ്റ്റ് 5-6 കിലോമീറ്റർ എന്തോ ഉള്ളൂ നമുക്ക് ഇവിടുന്ന്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൾക്കാരിലുള്ളൊരു ചേഞ്ച്. എല്ലാവരും വണ്ടി റിലേറ്റഡ് കാര്യങ്ങളിൽ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. ഇവിടെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികൾ, ഇപ്പോൾ പുറത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. റോഡ് സൈഡിൽ മുഴുവൻ സ്പോർട്സ് അല്ലെങ്കിൽ എക്സോട്ടിക് ആയിട്ടുള്ള കാറുകളും റെയർ ആയിട്ടുള്ള കാറുകളൊക്കെ തന്നെയാണ് സൈഡിൽ കിടക്കുന്നത്. ഇപ്പോൾ സൈഡിൽ BMW M2 കിടപ്പുണ്ട്, ഗോൾഫ് GT കിടപ്പുണ്ട്. പല സ്ഥലത്ത് പോർഷെ, ഇതേ മുമ്പിൽ കിടക്കുന്നത് പോർഷെ GT3 RS ആണ്. അതുപോലെ ഒരുപാട് ഈ റേസ് ട്രാക്ക് അല്ലെങ്കിൽ റേസിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ് നമ്മൾ ഇവിടം തൊട്ടേ കാണാനുള്ളത്. അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സിലാണെങ്കിലും ശരി, മുഴുവൻ വെച്ചിരിക്കുന്ന ഫോട്ടോസും റേസിങ്ങിൻ്റെ ചെക്കഡ് ഫ്ലാഗും സാധനങ്ങളൊക്കെ എല്ലായിടത്തും കാണാം. മൊത്തത്തിലൊരു വൈബേ മാറി. ആൾക്കാർ വണ്ടി റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടം തൊട്ടേ ഫോക്കസ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഈ കാണുന്ന സിറ്റി പോലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ റേസ് ട്രാക്കിൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്താറായി. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വൈബ് കിട്ടി തുടങ്ങി. അത് എല്ലാവർക്കും മനസ്സിലാവുന്നറിയില്ല, പക്ഷേ നമുക്ക് ഇവിടെ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാവും ഇത് വണ്ടികൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങും. ബൈക്കേഴ്സ് വരും, ബൈക്കേഴ്സും എല്ലാവർക്കും ഓടിക്കാം കേട്ടോ. ന്യൂബർഗ്രിങ്ങിൽ ബൈക്കോ കാറോ ഈവൻ വാൻ പോലും ഓടിക്കുന്നത് അലൗഡാണ്. അപ്പോൾ അവിടെ ജർമ്മൻ ട്രാഫിക് റൂൾസും ബാധകമാണ്. നമുക്ക് ചില സ്ഥലത്ത് സ്പീഡ് ലിമിറ്റ് വരെ ഉള്ള ഒരു ട്രാക്കാണിത്. നോർഡ്ഷ്ലൈഫയും സ്യൂഡ്ഷ്ലൈഫയും എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ട്രാക്കാണ്. നോർത്ത് ലൂപ്പും സൗത്ത് ലൂപ്പും. അത് നോർത്ത് ലൂപ്പാണ് മെയിൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 12.9 മൈൽസോ എന്തുള്ള ഒരു ട്രാക്കാണിത്. ഇവിടെ തന്നെ റോഡിൻ്റെ റൗണ്ട് ബോട്ടിലൊരു കാർ എടുത്ത് വെച്ചിരിക്കുന്നു, പഴയ ഫോർമുല 1 കാർ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ആ ഒരു വൈബേ ഇവിടെ റേസിംഗ് റിലേറ്റഡായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. 2 കിലോമീറ്ററോടെ ഉള്ളൂ. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഓൾറെഡി. ഇപ്പോൾ തന്നെ ഇടതുവശത്ത് മുകളിലായിട്ട് കാണുന്ന ഒരു മാപ്പ് വണ്ടി പരിചയമുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. ന്യൂബർഗ്രിങ് നോർഡ്ഷ്ലൈഫയുടെ മാപ്പാണത്. അത് നമ്മുടെ നാട്ടിലടക്കം ഒരുപാട് ആൾക്കാർ വണ്ടികളിലൊക്കെ ഒട്ടിക്കാറുള്ളതാണ്. അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു റേസിംഗ് ട്രാക്കാണിത്. ഞങ്ങളും ഇന്ന് ഈ സ്റ്റിക്കർ കൊടുത്ത് മേടിക്കണം എന്ന് ഓർത്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മുമ്പിൽ കാണാം ന്യൂബർഗ്രിങ് എന്ന് വലുതായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ്. ഇതൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ബോർഡാണ്. ഇതിൻ്റെ സൈഡിൽ ആ ഒരു BMW നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിർത്തിയിട്ട് ആൾക്കാർ ഒരുപാട് ഫോട്ടോസ് എടുക്കാറുണ്ട്. അതൊരു മെയിൻ ഫോട്ടോ പോയിന്റിൽ ഒരെണ്ണമാണത്. അപ്പോൾ നമ്മളങ്ങനെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അങ്ങനെ മെയിൻ എൻട്രൻസിലേക്ക് വളഞ്ഞു കയറുകയാണ്. ഇതാണ് ഇൻഫോ പോയിൻ്റ്. നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം വരേണ്ട ഒരു സ്ഥലം ഇതാണ്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള എല്ലാം ഇവിടെ കിട്ടും. അതുപോലെ തന്നെ സുവനീർ ഷോപ്സൊക്കെ ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഇതാണ് എൻട്രി പോയിൻ്റ്.
അവിടുത്തെ പാർക്കിംഗ് ആണിത്. നമുക്കിതുപോലത്തെ സ്പോർട്സ് കാറുകളൊക്കെ ഇവിടെ റെൻ്റ് എടുക്കാം. ഇപ്പോൾ ട്രാക്ക് കാർ റെൻ്റൽ, പോർഷെ GT3 RS അല്ലെങ്കിൽ BMW M5, മക്ലാരൻ 520 അങ്ങനത്തെ എല്ലാ വണ്ടികളും നമുക്ക് റെൻ്റ് എടുക്കാൻ കൂടി ഇവിടെ. ഞങ്ങൾ നേരെ ഇവിടുത്തെ ഒരു റേസ് ട്രാക്കിൻ്റെ പവലിയനിലേക്കാണ് ഇപ്പോൾ ആദ്യം പോകുന്നത്. നമുക്ക് ജസ്റ്റ് €2 കൊടുത്താൽ അവിടെ ടിക്കറ്റ് എടുത്ത് മുകളിലേക്ക് പോവാം. അവിടെ ഇപ്പോൾ ഒരു റേസ് തുടങ്ങിയാണ്. വണ്ടികളെല്ലാം അവിടെ നിന്ന് ക്യൂവിൽ നിന്നെല്ലാം വിടുകയാണ്. ഇതൊക്കെ പ്രൊഫഷണൽ റേസസ് ഒന്നും അല്ല, പ്രൊഫഷണൽ റേസസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്, പക്ഷേ സാധാരണ കാറുമായിട്ട് വന്നിരിക്കുന്നവരും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവരുടെ ഡ്രൈവ് ഒന്ന് കണ്ടു നോക്കാം. വണ്ടികൾ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അധികം സ്പീഡിലല്ല പോകുന്നതെന്ന് തോന്നുമെങ്കിലും ഇത് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് സ്പീഡ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെച്ചിൽ ഒരെണ്ണമാണ്. എല്ലാവരും 300 ക്ലോസിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറ്റുന്ന വണ്ടികൾ, എല്ലാ വണ്ടികളല്ല. ഇപ്പോൾ പോർഷെ GT2 RS ഒക്കെ പോയത് 300 ക്ലോസ് ആണെന്ന് ഷുവറാണ്. അപ്പോൾ അങ്ങനെ നല്ല സ്പീഡിലാണ് പോകുന്നത്. നമുക്കത് ക്യാമറയിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവില്ല എത്രത്തോളം സ്പീഡിലാണ് ഇവരിവിടെ വെച്ച് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതായിരുന്നു. ഏറ്റവും അത്ഭുതപ്പെടുത്തിയതിൻ്റെ ഇടയ്ക്ക് ബൈക്കേഴ്സ് ഓടിക്കുന്നതാണ്. ഉമ്മാരെയാണ് ശരിക്കും സമ്മതിക്കേണ്ടത്. ഈ കാറുകളുടെ ഇടയ്ക്കൊക്കെ കിടന്ന് ഫുൾ സ്പീഡിൽ അവർക്ക് ഒത്തിരി ശ്രദ്ധിക്കാനുണ്ടല്ലോ, അവരും ഇതുപോലെ പിടിച്ച് കീറുകയാണ്. ഇതൊന്നും അല്ലാതെ സാധാരണ SUV ഒക്കെ ആയിട്ട് ഇറങ്ങിയ ഒരാളെയും കണ്ടിട്ടോ, അയാളൊരു സൈഡിൽ പിടിച്ച് റൈറ്റ് സൈഡ് പിടിച്ചങ്ങ് പോവുകയാണ്. ഇവിടുത്തെ റൂൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ ഓടിക്കണം, ലെഫ്റ്റ് സൈഡിൽ കൂടെ മാത്രം ഓവർടേക്ക് ചെയ്യണം. ബാക്കിൽ വരുന്ന ആളെ നമ്മൾ കണ്ടാൽ നമ്മൾ അക്നോളജ് ചെയ്യാൻ വേണ്ടി റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കാണിക്കണം. അങ്ങനെ ഓരോ റൂൾസൊക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്താണ് ആൾക്കാർ ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇവിടെ നിന്ന് കാണാൻ. നമുക്ക് കാർ റെൻ്റ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടുത്തെ സോവനീർ ഷോപ്പിലെത്തി. ഒരുപാട് ഐറ്റംസ് ഇവരുടെ ന്യൂർബുർഗ്രിങ്ങിൻ്റെ തന്നെ ഉണ്ട്. അതുകൂടാതെ പോർഷെ, AMG, ലോട്ടസ്, ലെക്സസ് എല്ലാവരുടെയും ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ഇവിടെ ഉണ്ട്. ഞാൻ വാങ്ങിയത് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ടീഷർട്ടാണ് ഇവിടെ നിന്ന് വാങ്ങിയത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ പുറത്തെത്തി. ഇവിടെ തന്നെ ഒരു GT3 RS നിർത്തിയിട്ടിരിക്കുന്നു, മക്ലാരൻ 520S നിർത്തിയിട്ടിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് റെൻ്റ് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. റെൻ്റ് എടുത്ത് ഓടിക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എക്സ്പെൻസീവാണ്, ലാപ്പിനനുസരിച്ചാണ് ചാർജ്. അത്യാവശ്യം എക്സ്പെൻസീവാണ്. പിന്നെ നമ്മൾ ചില പാക്കേജിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഫ്യൂവലിനുള്ള പൈസ കൊടുക്കണം. ഈ വണ്ടികളൊക്കെ നല്ല ഫ്യൂവൽ കുടിക്കുന്ന വണ്ടികളാണ്, അപ്പോൾ അതിന് അത്യാവശ്യം എക്സ്പെൻസ് വരും. പിന്നെ നമുക്ക് വണ്ടിക്ക് തട്ടോ മുട്ടോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം ഒരു എമൗണ്ട് ഇവർ മേടിക്കും. പിന്നെ വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈസ മേടിക്കും. പ്ലസ് നമ്മൾ കാരണം ട്രാക്ക് അടയ്ക്കേണ്ടി വന്നാൽ ഓരോ മണിക്കൂറിനും ഒരു 1.5 ലക്ഷം രൂപ ട്രാക്ക് അടച്ചതിൻ്റെ ചാർജായിട്ട് കൊടുക്കണം, മണിക്കൂറിനാണ്. അപ്പം അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. എന്നാലും മര്യാദയ്ക്ക് ഒരു സൈഡിൽ കൂടെ ഓടിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വലിയ റിസ്ക് ഒന്നുമില്ല. നമ്മൾ വലിയ അധികായന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് സൈഡൊക്കെ കൊടുത്താൽ മതി, നമ്മൾ മല്ല് പിടിക്കാതിരുന്നാൽ മതി. വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ റെസ്പെക്റ്റ് കൊടുക്കേണ്ടതുമായിട്ടുള്ള ട്രാക്കാണ് ന്യൂർബുർഗ്രിങ്. ഞാൻ ചുമ്മാ അതിൻ്റെ പുറത്തേക്ക് ഓടിച്ചുകൊണ്ട് നടക്കുന്നതാണ്. അകത്തേക്ക് കയറ്റാൻ എൻ്റെ സ്വന്തം വണ്ടി അകത്ത് ഇങ്ങനെ ഒരു സ്പിരിറ്റ് ഡ്രൈവ് ഓടിക്കാൻ ഒരു മടി. കാര്യം കേപ്പബിളാണ് എന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ കാര്യം അത്യാവശ്യം നല്ല സ്പീഡിൽ വളവെടുക്കുക അല്ലെങ്കിൽ ബ്രേക്ക് പഴിപ്പിച്ച് കൊണ്ടുവരിക, അതൊക്കെ വണ്ടിക്കൊരു ക്ഷീണമാണല്ലോ എന്നോർത്ത് ഞാൻ സ്വന്തം വണ്ടി ഓടിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് അടുത്താണ് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ കാറിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്താണ് ഇരിക്കുന്നത്. ഒരു ഗോൾഫ് GTI റെൻ്റ് എടുത്ത് ഇവിടെ നിന്ന് ഓടിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഇച്ചിരി പവർഫുൾ വണ്ടികൾ അതിൽ എടുക്കാം. ഗോൾഫ് GTI ആയിരിക്കും ബിഗിനർക്ക് ഏറ്റവും നല്ലതെന്ന് ഇവിടെയുള്ള സ്റ്റാഫും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് GTAയിൽ ഒരു റൗണ്ട് പോകണം അടുത്താണ് ആകുമ്പോഴത്തേക്കും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇവിടെ വന്ന്
ഇതെല്ലാവർക്കും മനസ്സിലാവുമോ, എനിക്കത് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. എല്ലാവരും ഇതുപോലെ വണ്ടി ഇഷ്ടമുള്ള ആൾക്കാർ, ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ, മൊത്തത്തിലുള്ള വൈബ്, പിന്നെ വണ്ടി കൂടുതൽ സൗണ്ട് ഉണ്ടാക്കി പോകുന്നൊന്നും ആൾക്കാർക്കൊരു പ്രശ്നമല്ല, അതെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കുന്നത് തന്നെ ഒരു സുഖമുള്ള ഇടപാടാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് വണ്ടിപ്രാന്തന്മാർ എന്ന് വിളിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് ഒരു ഫുൾ ഡേ ഇരുന്നാലും ഒട്ടും മടുക്കില്ല. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അവിടുത്തെ കോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് പെർ ലാപ്പിനും ഓരോ വണ്ടീനനുസരിച്ച് മാറും. എന്നാലും അതിൻ്റെ ഒരു ഓവർവ്യൂ നമ്മളിപ്പോൾ ഞാൻ റേസ് ടാക്സി എന്ന് പറഞ്ഞ ആൾക്കാരുടെ വെബ് പേജിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഓവർവ്യൂ ആണ് ഈ കാണുന്നത്. നമ്മൾ ഗോൾഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു €249 2 laps നമുക്ക് കിട്ടും. നമുക്ക് പല പല പാക്കേജ് എടുക്കാം. കോഷൻ ഡെപ്പോസിറ്റ് അത്യാവശ്യം ഒരു €5,000 കോഷൻ ഡെപ്പോസിറ്റ് വേണം. അത് ഒരു 4 ലക്ഷം രൂപയുടെ മുകളിലൊക്കെ നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കണം, അല്ലാതെ നമുക്ക് തിരിച്ചു തരും. പക്ഷേ ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ സ്വന്തം വണ്ടി അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വലിയ വിഷമം ഉണ്ടാവില്ല. വണ്ടി അത്യാവശ്യം റഫായിട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ വണ്ടികളെല്ലാം അതിന് വേണ്ടിയിട്ട് കേപ്പബിളാണ്. അല്ലെങ്കിൽ തന്നെ ഗോൾഫ് GT ഒക്കെ ബൈ ഡിഫോൾട്ട് റേസിങ്ങിന് കേപ്പബിളാണ്. എന്നാലും ഇവരതിനുള്ള ചെറിയ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ടാവും. പിന്നെ നല്ല ടയറും കാര്യങ്ങളും അങ്ങനെ എല്ലാം ഉണ്ടാവും. സ്റ്റിക്കി ആയിട്ടുള്ള ടയറും കാര്യങ്ങളെല്ലാം വണ്ടികൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതിന് വേണ്ടി തന്നെയുള്ളൊരു സ്പോർട്സ് കാർ സ്വന്തമായിട്ട് മേടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒന്ന് റെൻ്റ് എടുക്കുക. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാർ ഇവിടെ കൊണ്ടിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാകും. എന്താണെങ്കിലും അതാണ്, ഞങ്ങളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലം പറയാതിരിക്കാൻ പറ്റില്ല. സ്വിറ്റ്സർലൻഡൊക്കെ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഐഫൽ റീജിയൻ. ഇവിടെ മൊത്തം ഇങ്ങനെ പച്ചപ്പും നല്ല ചെറിയ മലനിരകളും ചെറിയ വീടുകളും ചെറിയ ചെറിയ ടൗണുകളൊക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. എനിക്ക് മൊത്തത്തിൽ ഡ്രൈവും ആ സ്ഥലവും ഒരുപാട് ഇഷ്ടപ്പെട്ടു.